السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في دورات الأخيرة من سلسلة فهم القرآن. ഖുർആൻ പഠനത്തോടുകൂടിയുടെ അവസാന സെഷനുകളിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ജീവിക്കാനും അതിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർത്തി ലോകത്ത് ഇസ്ലാമിന്റെ പ്രാധാന്യം നിലനിർത്താനും പ്രസക്തി നിലനിർത്താനും അഭിമാനത്തോടും ആഭിജാത്യത്തോടും കൂടി മുസ്ലിങ്ങൾക്ക് നാട്ടിൽ ലോകത്ത് വസിക്കാനും അങ്ങനെ ലോകത്തുന്നത ശ്രേണിയിൽ ഫിർദൗസുൽ അഅലയിൽ വസിക്കാനും പ്രവാചകന്മാരുടെയും സാലിഹുകളുടെയും സിദ്ദീഖുകളുടെയും ശുഹദാഇന്റെയും ഒപ്പം പ്രതിഫലാർഹരായി അവിടെയുള്ള എല്ലാവിധത്തിലുള്ള സുഖ സുഷുപ്തിയിലും വസിക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ അവസാനം പറഞ്ഞത് എന്തായിരുന്നു? അവസാനം പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ? കാനയുടെ സഹോദരിമാരെ കുറിച്ചാണ് പറഞ്ഞത്. അവസാനം പറഞ്ഞത് പ്രഭാതത്തിലെ സഹോദരിയാണോ പ്രദോഷത്തിലെ സഹോദരിയാണോ? പ്രഭാതത്തിലെ സഹോദരിയെ കുറിച്ചാണ്. അപ്പൊ അസ്ബഹ ആ കാലത്തെ എണീച്ച് നോക്കിയാൽ എന്താവും എന്ന അവസ്ഥയാണ് പറഞ്ഞത്. ഇതേപോലെ ഒരെണ്ണം കൂടെ പറഞ്ഞു അതിന് ശേഷം എന്ത് പറഞ്ഞു? ബുശ്റാഹദുഹും ഇത് പറഞ്ഞില്ലേ? ളല്ല വജ്ഹഹു മുസ്വദ്ദൻ വഹുവ കളീം. അതല്ലേ ഈശ്വരാണ് പറഞ്ഞത്? അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ. അല്ലയും പറഞ്ഞു إن أصبح ماؤكم غورا فمن يأتيكم بماء معين وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم وإذا بشر أحدهم بالأنثى അവരിലാരെങ്കിലും സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ ബിൽ ഉൻസ പെൺകുട്ടിയെ കുറിച്ച് ളല്ല വജ്ഹുഹു അവന്റെ മുഖം ആയിത്തീരും. ഉച്ചയ്ക്കായിത്തീരും എന്നാണ് പറഞ്ഞത്. ലല്ല എന്ന് പറഞ്ഞാൽ ലില്ലുള്ള സമയം. ലല്ല ഉച്ചയ്ക്കായി. ഇവിടെ പൊന്തത്തിലുള്ള അർത്ഥമാണ്. അങ്ങനെ ആയിത്തീരും. വജ്ഹുഹു അവന്റെ മുഖം ആയിത്തീരും. മുസ്വദ്ദൻ. മുസ്വദ്ദിന്റെ മാളി എന്താ? മുസ്വദ്ദിന്റെ മാളി എന്താ? ഇത് പറഞ്ഞതാണ്. അതെ പറഞ്ഞതാണ് പറഞ്ഞതേ ഉള്ളൂ. മുസ്വദ്ദിന്റെ മാളി എന്താണ്? അസ്വദ് അല്ല, ഇസ്വദ്ദ. നമ്മൾ പഠിക്കാത്ത ഒരു ഗ്രൂപ്പാണത്, ശ്രദ്ധിച്ചിട്ടില്ല. ഇസ്വദ്ദ ഇബിയല്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കാത്ത ഒരു ഗ്രൂപ്പാണ്. നമ്മൾ ആ ഗ്രൂപ്പ് തന്നെ പഠിച്ചിട്ടുണ്ട്. 17 ഗ്രൂപ്പിൽ ഇത് പെടുന്നില്ല. 17 പെടാത്ത വേറെ 1-2 ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഹസുന യഹ്സുനു എന്നൊക്കെ വാക്കുള്ള നമ്മൾ പഠിച്ചിട്ടില്ല. മാദിയിലും മുലാരിയിലും നമ്മളുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല. അതേപോലെ 3+ ഒരു ഗ്രൂപ്പാണ് ഇസ്വദ്ദ, യഹ്മറ, ഇബിയദ്ദ എന്നൊക്കെ. അത് നമ്മൾ ഗ്രൂപ്പായിട്ട് പഠിച്ചിട്ടില്ല, കാരണം അത് ഖുർആനിൽ വളരെ കുറവായതുകൊണ്ടാണ്. അതിന്റെ കർത്താവിന്റെ രൂപമാണ് മുസ്വദ്. ഇസ്വദ്ദ കറുത്തിരുണ്ടു.
സൗദ ആയി ഇസ്വദ്ദ മുസ്വദ്ദുൻ എന്തായി കറുത്തിരുണ്ടത് ആയിത്തീരും. അപ്പൊ മുസ്വദ്ദിന് എങ്ങനെ നെസ്ബ് വന്നു? വെള്ളയുടെ സെക്കൻഡ് പാർട്ടായതുകൊണ്ട് വെള്ളയുടെ ഖബറ. ഖബറ. വെള്ളയുടെ ഇസ്മേതാണ്. അപ്പം വജ്ഹ. നല്ല ആയിത്തീരും. എന്തായിത്തീരും? മുഖമായിത്തീരും. അല്ലെങ്കിൽ നല്ല ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? വജ്ഹിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനെ കുറിച്ച് എന്താകുമെന്ന് പറഞ്ഞു? മുസ്വദ്ദാകുമെന്ന്. വഹുവ കലീം, അവൻ കോപിഷ്ഠനായിരിക്കെ കോപിഷ്ഠനായിത്തീരുകയും ചെയ്യും. കറുത്തിരേണ്ടതായി അവൻ കോപിഷ്ഠനായിത്തീരും, ദുഃഖിതനായിത്തീരും. എന്താണ് വല്ലായിത്തീരും. നീയൽ സർ, ഏത് നീയൽ എന്നുള്ള അർത്ഥമല്ല വെള്ളക്ക് നീയല്. അനുവദിക്കും. അതെ അത് പറഞ്ഞല്ലോ ഇവിടെ. വല്ല എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കായി തീർന്നു എന്നാണ് അർത്ഥം. നില്ല് ഉള്ള സമയം, നിഴൽ ഉള്ള സമയം കേട്ടോ. നില്ലെന്ന് പറഞ്ഞാൽ നിഴൽ. നിഴലുള്ള സമയത്തായി തീർന്നു എന്നതിനാണ് യഥാർത്ഥത്തിൽ വല്ലയുടെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം. ഇങ്ങനെയൊക്കെയാണ് അക്ഷരാർത്ഥം എന്നൊക്കെ പറയുന്നത്. അതേസമയം പിന്നെ അത് കാനയുടെ സഹോദരിയായ എന്ന ഒരു ക്രിയയാണ്. ആയിത്തീരുമ്പോൾ അതിന് ആയിത്തീർന്നു എന്ന അർത്ഥമാണ്. അത് നമ്മൾ അസ്ബഹ പറഞ്ഞതുപോലെ അസ്ബഹ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലായിത്തീർന്നു, വല്ല എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കായിത്തീർന്നു. അതേപോലെ അസ്ബഹ എന്ന് പറയുന്നത് പൊതുവിൽ ആയിത്തീർന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അതേപോലെ വല്ലയും അതേപോലെ ആയിത്തീർന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. മാതാമ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക മായ്ക്ക് നെഗറ്റീവ് അർത്ഥം ഉണ്ടാകുന്ന പെട്ടെന്ന്. അപ്പൊ മായ്ക്ക് നെഗറ്റീവ് അർത്ഥമല്ല ഇവിടെ യഥാർത്ഥമുള്ളത്. മാതാമ എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ കാനയുടെ സഹോദരിമാരെ പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഈ ഖുർആനിൽ ഒരുപാട് പ്രാവശ്യമൊന്നുമില്ല, പക്ഷേ എവിടെയെങ്കിലും നമ്മൾ നെഗറ്റീവാണ് നമ്മളെ മനസ്സിൽ വരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടി ഈ ഭാഗം നമ്മൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. കാനയുടെ സഹോദരിമാരിൽ നമ്മൾ പറഞ്ഞു ലിക്കാന ബാത്ത സ്വാറ അംസ ലൈസ വൽ മാദാമ അക്സു മാലി ഇന്ന മിൻ അമൽ അസ്ബഹ അളഹ ബരിഹ യുൻഫക സാല ബിനഹ്വി നഫീദിൽ അർബാബ്. ഈ മാസാല മാബരിഹ മാഫത്തിഅ മൻഫക ഇതിലെല്ലാത്തിലും ഉമ്മായുണ്ട്, നെഗറ്റീവാണ്. 1 2 3 4 അവസാന 4. അതേപോലെയുള്ളതാണ് ഈ മാതാമയും. മാതാമ ഒരു വാക്കാണ്, ആയിക്കൊണ്ടേ ഇരുന്നു എന്നാണ്. മാതാമ ആയിക്കൊണ്ടേ ഇരുന്നു എന്നാണ്. മറ്റൊക്കെ എന്താണ്? മാ വേറെ ജാല വേറെയാണ്, ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. മാ ഫത്തിഅ മൻഫക മാ ബനിഹ മൻഫക നമ്മൾ ചിന്തിക്കില്ല, കാരണം ഖുർആനിലില്ല. മാ ഫത്തിഅ ഒരു പ്രാവശ്യം ഉണ്ട്, മാസാരയും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, മാ ബനിഹ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ മാതാമയാണ് നമ്മുടെ വിഷയം. മാതാമ എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരുന്നു. അപ്പൊ മാതാമ എന്നതും അതേപോലെ കാനയും അതിന്റെ സഹോദരിമാരും എല്ലാം എന്താണ്? നാമമാണോ ക്രിയയാണോ? ഇതെല്ലാം ക്രിയകളാണ്. ആകുന്നത് കൊണ്ട് എന്താവും? ക്രിയയുടെ രൂപഭേദങ്ങൾ ഉണ്ടാവും. ക്രിയക്ക് മാലി മുലാരി അമ്രൊക്കെ ഉണ്ടാവും. അപ്പൊ അതേപോലെ മാലി മുലാരി അമ്ര വന്നാലും ഇതിന്റെ ആക്ടിവിറ്റി അവിടെ ഉണ്ടാവും. കാനയുടെ ആക്ടിവിറ്റി അവിടെ ഉണ്ടാവും. എന്ത് പറഞ്ഞു മാതാമയെ കുറിച്ച്?
ومن أهل الكتاب من إن تأمنه بقنطار يؤديه إليك ومنهم من إن تأمنه بدينار لا يؤديه إليك إلا ما دمت عليه قائما إلا ما دمت عليه قائما. മാദാമയുടെ എന്താ വന്നത്? മാദാമ അവനായിക്കൊണ്ടേയിരുന്നു, മാദാമു അവർ ആയിക്കൊണ്ടേയിരുന്നു, മാദുംത നീ ആയിക്കൊണ്ടേയിരുന്നു, മാദുംതും നിങ്ങൾ ആയിക്കൊണ്ടേയിരുന്നു, മാദുംതു ഞാൻ ആയിക്കൊണ്ടേയിരുന്നു, മാദുംന ഞങ്ങൾ ആയിക്കൊണ്ടേയിരുന്നു, മാദാമത് അവൾ ആയിക്കൊണ്ടേയിരുന്നു. അപ്പൊ എന്തായി? മാദുംത നീ ആയിക്കൊണ്ടേയിരുന്നു. ഒമിൻ അഹ്ലിൽ കിതാബ് ആശയം നോക്കാം നമുക്ക്. നമ്മുടെ സുഹൃത്ത് ഏത് സുഹൃത്തിലാണ് പഠിച്ചത്? ഏത് സുഹൃത്തിലാണ് പഠിച്ചത്? പഠിച്ചൊരാളില്ലേ? ഫൈനൽ കഴിഞ്ഞിട്ടാണ് അൽ ബക്ര ചേരാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അതുകൊണ്ടാ ആലി ഇമ്രാനിലെ സൂക്തമാണ്. ഒമിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽ ഉണ്ട്, അല്ലെങ്കിൽ വേദക്കാരിൽപ്പെട്ടവരാണ്. മൻ ഒരു വിഭാഗമുണ്ട്. ഇൻ തഅമൻഹു അവനെ അല്ലെങ്കിൽ അവരെ നീ വിശ്വസിച്ചാൽ, ബിഖിൻതാരിൻ ഖിൻതാർ എന്ന് പറഞ്ഞാൽ ഒരു മലയോളം, ഖിൻതാർ കൂമ്പാരം. അത് പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് അറിയാം, കാരണം മഹർ കൊടുത്ത സമയത്ത് ഒരു കൂമ്പാരം കൊടുത്താൽ പോലും തിരിച്ചു വയ്ക്കാൻ പാടില്ല ആയതുണ്ട്. പലർക്കും അറിയാം. ഖിൻതാർ കൂമ്പാരം. ഒരു കൂമ്പാരം സ്വത്തിന്റെ കാര്യത്തിൽ, പണത്തിന്റെ കാര്യത്തിൽ നീ ഒരുത്തനെ വിശ്വസിച്ചാലും യു അദ്ദിഹി ഇലൈക്ക, അദ്ദ യു അദ്ദി നൽകി, അദ്ദ അദ്ദ യു അദ്ദിഹി ഇലൈക്ക അവൻ നിനക്ക് തരും. ഇത് കണ്ടീഷണലായിട്ട് വന്നിരിക്കുന്നതുകൊണ്ടാണ് യു അദ്ദി എന്നതിന്റെ അദ്ദ യു അദ്ദിയിലെ യാ പോയത് ഇതിന്റെ റിസൾട്ടില്. യു അദ്ദിഹി ഇലൈക്ക വമിൻഹും അവരിൽപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അവരിലുണ്ട്, മൻ ഒരു വിഭാഗം അല്ലെങ്കിൽ ചിലർ, ഇൻ തഅമൻഹു അവനെ നീ വിശ്വസിച്ചാൽ, ഈ ദീനാരിൻ ഒരു പൈസയുടെ കാര്യത്തിൽ, ദീനാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ദീനാർ, ഒരു രൂപ, ഒരു ദീനാറിന്റെ കാര്യത്തിൽ അവനെ വിശ്വസിച്ചാൽ പോലും ലാ യുഅദ്ദിഹി ഇലൈക നിനക്കവൻ തരികയില്ല, മടക്കി തരികയില്ല. ഇലേക്ക് നിന്നിലേക്ക് അവൻ മടക്കി തരികയില്ല. ഇല്ല ഒഴികെ മാ ദുംത അലൈഹി ഖായിമ. ഖായിമ എന്ന് പറഞ്ഞാൽ ഖായിമൻ നിൽക്കുന്നവനായ നിലയിൽ. ഖായിമൻ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവൻ, ഇവിടെ നിലയിലല്ല കേട്ടോ, ഹാലല്ല. അതിന്റെ അർത്ഥമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഖായിമൻ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവൻ. അപ്പോ മാ ദുംത മാദാമയുടെ എന്താണ്? ഖായിമ് ഖബറാണ്, മാദാമയുടെ ഖബറാണ്. മാ ദുംത അലൈഹി ഖായിമ നീ അതിന്റെ മേൽ മെനക്കെട്ട് നിന്നാലല്ലാതെ, അല്ലെങ്കിൽ നിൽക്കുന്നവനായിക്കൊണ്ടേയിരുന്നാലല്ലാതെ. മാദാമ എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരുന്നു എന്നാണ്. മാദാമ ആയിക്കൊണ്ടേയിരുന്നു. ഇല്ല മാ ദുംത. അപ്പൊ മാദാമയുടെ ഇത് വരും, പേരിന്റെ ക്രിയയുടെ രൂപഭേദം വരും. അപ്പോൾ മാ ദുംത എന്ന് പറയുമ്പോൾ മാദാമയുടെ ഇസ്മ എവിടെ കിടക്കുകയാണ്? ആരെക്കുറിച്ചാ പറയുന്നത്? നിന്നെ കുറിച്ചാണ് പറയുന്നത്. മാ ദുംത നീ എന്താണെന്ന് പറഞ്ഞു? ഖായിമൻ ആണെന്ന് പറഞ്ഞു, നിൽക്കുന്നവൻ. ഇല്ലാമാദുംത അലൈഹി ഖായിമൻ നീ നിന്നുകൊണ്ടേയിരിക്കുന്നവനായാലല്ലാതെ. പറഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യണം? ചോദിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നവനായാലല്ലാതെ ഒരു രൂപ പോലും
മടക്കിത്തരാ 1 രൂപയുടെ കാര്യത്തിൽ പോലും വിശ്വസിച്ചാൽ മടക്കിത്തരാത്തവൻ വേദക്കാരിലുണ്ട്. അതേപോലെ ഒരു കൂമ്പാരം പണം കൊടുത്താലും അത് തിരിച്ചു തരുന്നവനും അപ്പൊ മാതാമയുടെ അർത്ഥം മനസ്സിലായോ? നിന്നുകൊണ്ടേയിരുന്ന, ചോദിച്ചു കൊണ്ടേയിരുന്നാൽ, അല്ലാതെ ഇല്ല ഒന്നുകൊണ്ടാണ് ഇല്ലാതെ. അപ്പൊ പറഞ്ഞതാണ് മാതാമ. അതേപോലെ പിന്നെ എന്ത് പറഞ്ഞു മാതാമ? قالوا يا موسى إنا لن ندخلها أبدا ما داموا فيها فاذهب أنت وربك فقاتلا إنها هنا قاعدون. قالوا അവർ പറഞ്ഞു, ആര്? ബനീ ഇസ്രായേലിൽ പെട്ട ആൾക്കാരിൽ അവരോട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ആ പട്ടണത്തിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നമ്മൾ പോവില്ല. ഇന്ന ഫീഹ ഖൗമൻ യാ മൂസ ഇന്ന ഫീഹ ഖൗമൻ ജബ്ബാരീന വ ഇന്നാ ലൻ നദ്ഖുലഹ ഹത്താ യഖ്റുജു മിൻഹ ഫഇൻ യഖ്റുജു മിൻഹ ഫഇന്നാ ദാഖിലൂൻ. അത് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അത് മാഇദയിലാണ്. അപ്പോ അങ്ങനെ 2 ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങളെല്ലാവരും കയറിക്കോളി, ആ പട്ടണത്തിൽ കയറിക്കോളി. നിങ്ങൾ കയറുമ്പോൾ ഒരു ഭാഗത്തൂടെ കയറുമ്പോൾ ഒരു മറുഭാഗത്തൂടെ ആൾക്കാരങ്ങ് പൊയ്ക്കോളും. നിങ്ങൾ ശക്തരായി നിർഭയരായി ആ പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള ദുഷിച്ച ജനങ്ങൾ പോകും എന്നത്. അപ്പൊ അവരതൊന്നും കേൾക്കാതെ അവര് പിന്നെ പറഞ്ഞു, ഖാലൂ യാ മൂസ, ഓ മൂസ, ഇന്ന ലൻ നദ്ഖുലഹ അബദൻ, ഞങ്ങൾ ഒരിക്കലും പ്രവേശിക്കില്ല. അപ്പൊ ഇത് രണ്ടാമത്തെ വാക്കാ. ആദ്യം പറഞ്ഞത് പട്ടണത്തിൽ കയറാൻ പറഞ്ഞു, അവര് പറഞ്ഞു ഞങ്ങൾ പോവില്ല, അവിടെയുള്ള ആൾക്കാർ പോയല്ല ഞങ്ങൾ പ്രവേശിക്കില്ല. അപ്പോഴാണ് വിശ്വാസികളെ 2 മനുഷ്യന്മാർ വന്ന് പറഞ്ഞു, നിങ്ങൾ കയറിക്കോളും, നിങ്ങൾ കയറിയാൽ അവർ ഇറങ്ങി പോകുന്നു. അപ്പൊ വീണ്ടും ജനങ്ങൾ പറഞ്ഞു, യാ മൂസ, അല്ലയോ മൂസ, ഇന്ന ലൻ നദ്ഖുലഹ, ഞങ്ങൾ അവിടെ പ്രവേശിക്കുകയേ ഇല്ല, അബദൻ, ഒരിക്കലും, മാദാമു ഫിഹ. അപ്പം മാദാമു, അവർ ആയിക്കൊണ്ടേയിരിക്കുന്ന കാലത്തോളം, ഫിഹ. അപ്പൊ അവിടെ എന്ത് ചെയ്തില്ല? മാദാമയുടെ ഖബർ അവിടെ കാണില്ല. മാദാമയുടെ ഖബർ ജുംലയായിട്ടാണ് വന്നിരിക്കുന്നത്. മാദാമു ഫിഹ ജാർ മജ്റൂറായ ജുംലയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും മാദാമയുടെ 1-ാം ഭാഗം അവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞു മാദുംത, നീ ആയിക്കൊണ്ടിരുന്നാലല്ലാതെ, ഇല്ലാ മാദുംത, നീ ആയിക്കൊണ്ടിരുന്നാലല്ലാതെ. ഇവിടെ എന്ത് പറഞ്ഞു? മാദാമു ഫിഹ, അവർ ആയിക്കൊണ്ടേയിരിക്കുന്നിടത്തോളം കാലം. എവിടെ? ഫിഹ, അവിടെ, ആ പട്ടണത്തിൽ. മാദാമു ഫിഹ. ഓക്കെ, മാദാമയുടെ ഖബറാണ് ഫിഹ. അവർ അവിടെ ആയിരിക്കുന്നിടത്ത് മലയാളത്തിൽ പറഞ്ഞാൽ ആയിരിക്കുന്നിടത്തോളം കാലം. അപ്പൊ മാദാമ എന്ന് പറഞ്ഞാൽ മാര് നെഗറ്റീവായിട്ട് നമ്മൾ നോക്കണ്ട. മാദാമ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വരുന്ന പദമാണ്. അതിന്റെ കാനയുടെ സഹോദരിയായ ക്രിയ ആയതുകൊണ്ട് അതിന് ഫഅലിന്റെ രൂപഭേദമായിരിക്കും, രൂപഭേദങ്ങൾ വരും. മാദാമു ഫിഹ ഫദ്ഹബ്, അതിനാൽ നീ പൊയ്ക്കോ. മൂസാ നബി അലൈഹി സ്വലാമിയോട് പറയുന്നത്, അതിനാൽ നീ പൊയ്ക്കോ. അദ്ഹബ് ഫദ്ഹബ് അൻത, നീ പൊയ്ക്കോ. വറബ്ബുക, നീയും റബ്ബും കൂടെ പൊയ്ക്കോ. വഖാതില, അങ്ങനെ അവിടെ യുദ്ധം ചെയ്തോളൂ. ഇന്ന ഹാഹുന ഖാഇദൂൻ, ഒക്കെ കോഫി ചെയ്താണ് കേട്ടോ. ഇന്ന ഹാഹുന ഖാഇദൂൻ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. കാണാതായിരുന്നു. ഓക്കെ,
മാതാമ വന്ന് എത്ര സ്ഥലത്തെ മാതാമ വന്നെന്ന് പറഞ്ഞത് അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാതാമ 7 സ്ഥലത്തുണ്ട്. 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. വഹുരിമ അലൈക്കും സ്വൈദുൽ ബർരി മാ ദുംതും ഹുറുമാ. വഹുരിമ അലൈക്കും നിങ്ങൾക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു. സ്വൈദുൽ ബർരി, സ്വൈദ് എന്താണ്? വേട്ടയാടൽ. സ്വൈദുൽ ബർരി, കരയിലെ വേട്ടയാടൽ. അപ്പൊ മൃഗങ്ങളെ നിങ്ങൾ വേട്ടയാടുന്നത് ചെയ്തിരിക്കുന്നു, വിലക്കിയിരിക്കുന്നു. അപ്പൊ സയ്യിദുൽ ബഹറും ഉണ്ട് കേട്ടോ. സയ്യിദുൽ ബഹർ എന്ന് പറഞ്ഞാല് കടലിൽ നിന്ന് മീൻ പിടിക്കുന്നത്. സയ്യിദുൽ ബർറം എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നും വേട്ടയാടുന്നത്, മൃഗങ്ങളെ വേട്ടയാടുന്നത്. ബറുകര. സയ്യിദുൽ ബർരി, കരയിൽ വേട്ടയാടുന്നത് നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. മാ ദുംതും, നിങ്ങൾ ആയിരിക്കുന്നിടത്തോളം കാലം. നിങ്ങൾ ആയിരിക്കെ. ഇപ്പൊ മാതാമയുടെ മറ്റൊരു ഉപവേദമാണ് വന്നത്. ആദ്യം വന്നത് മാ ദുംത പറഞ്ഞു, രണ്ടാമത് മാ ദാമു പറഞ്ഞു, മൂന്നാമത് മാ ദുംതും പറഞ്ഞു. സൂറത്തിന്റെ ഓർഡറിലാണ് കേട്ടോ. ആദ്യം ആലു ഇമ്രാനിൽ വന്നത്, പിന്നെ ഇതേൽ ഒന്ന് പറഞ്ഞു, പിന്നെ അതിനുശേഷം വേറെ സൂറത്തിൽ വന്നതാണ് പറഞ്ഞത്. ആ സൂറത്തിന്റെ ക്രമത്തിലാണ് ആയത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താ അർത്ഥം? മാദോംതും, നിങ്ങൾ ആയിരിക്കുന്നിടത്തോളം കാലം. ആയിരിക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മാതാമ ആയിക്കൊണ്ടേയിരുന്നു. മാദോംതും, നിങ്ങൾ ആയിക്കൊണ്ടേയിരിക്കുന്നിടത്തോളം കാലം. എന്തായിരിക്കുന്നിടത്തോളം കാലം? ഹുറുമൻ. അപ്പൊ ഹുറും എന്താണ്? എന്ത് സ്ഥാനത്താണ് വന്നിരിക്കുന്ന വാക്യത്തില്? ഖബറിന്റെ, മാതാമയുടെ ഖബറാണ്. അതിന്റെ മാതാമയുടെ ഇസ്മ് അതിനകത്തുള്ള അൻതുമാണ്. മാദുംതും, നിങ്ങൾ ആയിരിക്കുന്നിടത്തോളം കാലം. ഹുറുമൻ. ഹുറുമൻ എന്താ അർത്ഥം? നിങ്ങൾ ഇഹ്റാമിലായിരിക്കുന്നവർ കേട്ടാ. ഹുറും, ഇഹ്റാമിൽ ആയിരിക്കുന്നവർ. മുഹ്രിം, അഹ്റമ, ഇഹ്റാം ചെയ്തു. മുഹ്രിം, ഇഹ്റാം ചെയ്തവൻ. മുഹ്രിം. അതിന്റെ മറ്റൊരു ബഹുവചനമാണ് ഹുറും. ഇഹ്റാമിൽ ആയിരിക്കുന്നവർ. ഇഹ്റാമിലായിരിക്കുന്നവർ. നിങ്ങൾ ഇഹ്റാമിലായിരിക്കുന്നവരായിക്കൊണ്ടേയിരിക്കെ നിങ്ങൾ എന്തായിരിക്കുന്നു? സയ്യിദുൽ ബർ, കരയിലെ വേട്ടയാടൽ നിങ്ങൾക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ മാതാമ, മാധവത്ത് എന്താ? ഇനിയുണ്ട്. വകുന്തു അലൈഹിം ഷഹീദൻ 3:4. മാതാമ 5, 6. ഏകദേശം എല്ലാം കൊടുത്തിട്ടുണ്ട്. വല ജാലയാണ്. വകുന്തു അലൈഹിം മാ ദുംതു ഫീഹിം. ഇതെല്ലാം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മാ എന്നുള്ളത് നെഗറ്റീവായിട്ട് തിരിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി. നമ്മളിപ്പോ ഫൈനലൊക്കെ ഡിപ്ലോമ ഫൈനലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബ്രാൻഡ് എവിടെ ആശങ്കിക്കാതെ നമുക്ക് മനസ്സിലാകണം. പിന്നെ ഉള്ളത് ഒറ്റപ്പെട്ട വാക്കുകളായിരിക്കും നമുക്ക് അറിയാതെ വരിക. ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. ഇവിടെ മാ നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നതുകൊണ്ടാണ്, അല്ല നെഗറ്റീവ് അല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് എല്ലാം എടുത്തു കൊടുത്തത്. കുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വിചാരണ ചെയ്യുന്ന ഒരു സന്ദർഭം അൽ മാഇദയിൽ അവസാനം പറയുന്നത്, അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ, അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈൻ മിൻ ദൂനില്ലാഹ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹ് ചോദിക്കും, നീയാണോ പറഞ്ഞത് ജനങ്ങളോട് എന്നെയും എന്റെ മാതാവിനെയും നിങ്ങൾ ആരാധ്യരായി സ്വീകരിച്ചു കൊള്ളൂ എന്ന്? അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം മറുപടി പറയുന്ന
കൂട്ടത്തിൽ ഒരു ഭാഗമാണിത്. വകുന്തു അലൈഹിം ഷഹീദൻ, ഞാൻ അവരുടെ മേൽ എന്തായിരുന്നു? സാക്ഷിയായിരുന്നു. മാ ദുംതു ഫീഹിം, മാ ദുംതു ഫീഹിം. നേരത്തെ പറഞ്ഞ പോലെയാണ്. മാതാമയുടെ ഖബർ ഫീഹിം എന്ന ജുംലയാണ് കേട്ടോ. ഫീഹിം എന്ന് പറയുമ്പോൾ ശിബഹ് ജുംല എന്നാണ് പറയുന്നത്. ശിബഹ് ജുംല എന്ന് പറഞ്ഞാൽ ഒരു വാക്യം അല്ല, അതിന് വാക്യത്തെക്കാളും കുറഞ്ഞ വാക്യശകലം, അതിനാണ് ശിബഹ് ജുംല എന്ന് പറയുന്നത്. നമ്മള് ഫ്രൈസ് എന്ന് പറയുന്ന പോലെ, സെന്റൻസും ഫ്രൈസും ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ എന്താണ്? ജെറി ചെയ്യുന്ന പദവും ജെറി ചെയ്യപ്പെട്ട പദവും കൂടെ ചേർന്നാൽ എന്താവും? ശിബഹ് ജുംല എന്നാണ്. ജുംലയോട് സാദൃശ്യമുള്ളത് എന്നാണ്, സെന്റൻസിനോട് സാദൃശ്യമുള്ളത്. നമ്മള് അഫ്ലൊക്കെ പഠിച്ചിട്ടൊക്കെ വരുന്ന ആൾക്കാരെ ചോദിക്കും, ഫൈനൽ പാസ്സായി എന്താ ഗ്രാമർ പഠിച്ചിരുന്നത് ചോദിച്ചാൽ ജുംല എന്താണ്, ശിബഹ് ജുംല എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കേട്ടിട്ടുണ്ടെന്നെങ്കിലും അറിയണം. പഠിക്കണം നിർബന്ധമില്ല, സംഭവം ഉണ്ട് അങ്ങനെ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ മാദുംതു ഫീഹിം, മാതാമയുടെ ഇസ്മ അതിനകത്തുള്ള എന്താണ്? മാദുംതുയിൽ എന്തുണ്ട്? മാദുംതുയിൽ എന്താ സർവനാമം ഉള്ളത്? അനയാണുള്ളത്. മാദുംതു, ഞാൻ ആയിരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ആയിരുന്നിടത്തോളം കാലം. മാദുംതു ഞാൻ ആയിരുന്നിടത്തോളം കാലം ഞാൻ സാക്ഷിയായിരുന്നു. ഫീഹിം, ഞാൻ മാദുംതു ഫീഹിം, ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് സാക്ഷിയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെയാണ് അവർ ചെയ്തത്. അവർ നിന്നെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞത് നിന്നെ മാത്രം ആരാധിക്കാനാണ്. അൽ-മാഇദയുടെ അവസാനം ഭാഗമാണ്, അവസാനത്തെ പേജിൽ ഉണ്ടാകും. അതിന്റെ പൂർണ്ണമായ സംഭവം അറിയണമെങ്കിൽ ആ സംഭവം വായിച്ചു. അപ്പൊ മാദും തോന്നും. അതേപോലെ സൂറത്ത് ഹൂദിലെ ഒരു ഭാഗമാണ് 107, 108 സൂക്തങ്ങളില് ഖാലിദീന ഫീഹാ മാ ദാമത്തി സമാവാതു. അപ്പൊ ഇവിടെ സന്ദർഭം മനസ്സിലാകണമെങ്കിൽ എന്താണ്? ഖാലിദീന ഫീഹാ, അവരതിൽ ശാശ്വതവാസികളായിരിക്കും. അമ്മല്ലദീന ശഖൂ ഫബിന്നാരി ലഹും ഫീഹാ സഫീറുൻ വശഹീഖ്. അപ്പൊ അവിടെ എന്താണ്? അമ്മല്ലദീന ശഖൂ, നിർഭാഗ്യവാന്മാർ. ശഖിയ, നിർഭാഗ്യവനായി. അമ്മല്ലദീന ശഖൂ, അവർ നിർഭാഗ്യവാന്മാർ എവിടെയായിരിക്കും? ഫബിന്നാരി, അവർ നരകത്തിലായിരിക്കും. ലഹും ഫീഹാ സഫീറുൻ വശഹീഖ്, അട്ടഹാസങ്ങളും എന്താണ് വിളിയും തെളിയും ഒക്കെ ആയിരിക്കും. അവിടെ നരകത്തിൽ കിടന്നവരെന്തായിരിക്കും? വിളിക്കുകയായിരിക്കും, തേങ്ങി കരച്ചിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഖാലിദീന ഫീഹാ, അവരവിടെ ശാശ്വതവാസികളായിരിക്കും. മാ ദാമത്തി സമാവാതു വൽ അർദു, മാ ദാമത്തി സമാവാതു വൽ അർദു ഇല്ലാ മാ ശാഅ റബ്ബുക ഇന്ന റബ്ബക ഫഅൽ ലിമാ യുരീദ്. ഇപ്പൊ ഇവിടെ മാദാമയുടെ ഖബർ കാണാൻ പറ്റില്ല. പക്ഷെ മാദാമയുടെ ഇസ്മ നേരത്തെ പറഞ്ഞിട്ടൊക്കെ മാദാമയുടെ ഇസ്മ എവിടെ ഉണ്ടായിരുന്നു? മാദാമയുടെ അകത്തായിരുന്നു, അകത്തുള്ള സർവനാമമായിരുന്നു. ഇവിടെ എന്തോ? മാദാമത്, ആയിക്കൊണ്ടേയിരിക്കുന്നിടത്തോളം കാലം എന്ത്? അസമാവാത്തു അല്ല, സമാവാത്താണ് മാദാമയുടെ ഇസ്മ. മാദാമ ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? സമാവാത്തിനെ കുറിച്ചാണ്. ആകാശഭൂമികൾ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം, അങ്ങനെ തന്നെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം അവരവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇല്ലാ മാ ശാഅ റബ്ബുക്, അള്ളാഹു ഉദ്ദേശിച്ച സമയം ഒഴികെ, രക്ഷിതാവ് ഉദ്ദേശിച്ച സമയം ഒഴികെ, അല്ലെങ്കിൽ എന്താണോ അത് ഉദ്ദേശിച്ചത്. അടുത്ത പിന്നെയും മാദാമ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ 7 പ്രാവശ്യവും 7 ഇവിടെ തന്നെ ഉണ്ട്. അമ്മല്ലദീന സഈദു, സൗഭാഗ്യവാന്മാർ. സഈദ്, സൗഭാഗ്യവാന്മാർ. അല്ലദീന സുഈദു, സഈദ, സൗഭാഗ്യവാനായി.
അമ്മല്ലദീന സുഇദു സൗഭാഗ്യം നൽകപ്പെട്ടവർ എന്നാണ്. സഈദ സൗഭാഗ്യവനായി, സുഈദ സൗഭാഗ്യം നേടി, അല്ലെങ്കിൽ സൗഭാഗ്യം നൽകപ്പെട്ടു. അമ്മല്ലദീന സുഇദു അതിനാണ് സൗഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞത്. സൗഭാഗ്യവാന്മാർ ഫഫിൽ ജന്നതി അവർ എവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കും. ഖാലിദീന ഫീഹ അവർ അവിടെ ശാശ്വതവാസികളായി. മാദാമത്തി സമാവാതു വൽ അർദ് ആകാശഭൂമികൾ മാദാമ ആയിക്കൊണ്ടേയിരുന്നു. സമാവാതു വൽ അർദ് ആകാശഭൂമികൾ അങ്ങനെ തന്നെ ആയിരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ആകാശഭൂമികൾ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം, ഇല്ലാ മാ ശാ റബ്ബുക അല്ലാഹു ഉദ്ദേശിച്ച സമയം ഒഴികെ. അത്വാഅൻ ഗിഫ്റ്റ് ആയിട്ട്, ഖൈറ മജ്ദൂദ് എന്തില്ല എളിച്ചു പോകാത്ത, അല്ലെങ്കിൽ മുറിഞ്ഞു പോകാത്ത, നഷ്ടപ്പെട്ടു പോകാത്ത. രണ്ട് മാതാമ പറഞ്ഞു. മാതാമത്തി സമാവാത്തു അല്ല, രണ്ടും എന്താണ്? രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. മാതാമത്തി സമാവാത്തു അല്ല. ആദ്യം പറഞ്ഞത് മാതാമത്തി ആകാശം ഉണ്ടായിരിക്കുന്ന അത്രത്തോളം കാലം ഒരു നരകത്തിലായിരിക്കും. രണ്ടാമത് പറഞ്ഞത് മാതാമത്തി സമാവാത്തുള്ള ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞെടുത്ത്, അതുകൊണ്ടാണ് ഈ ആയത്ത് കംപ്ലീറ്റ് കൊടുത്തത്. ഒന്നാമത്തെ ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞത് അവര് നരകത്തിൽ ശാശ്വതവാസികളായിരിക്കും. രണ്ടാമത് പറഞ്ഞത് ഖാലിദീന ഫീഹ അവർ സ്വർഗത്തിൽ ശാശ്വതവാസികളായി. മാതാമത്തി സമാവാത്തുള്ള ആകാശഭൂമികൾ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം. അപ്പൊ അവിടെ എന്തില്ല? മാതാമയുടെ ഖബർ പ്രത്യക്ഷത്തിൽ ഇല്ല. وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിൽ കിടന്നവർ സംസാരിച്ചില്ലേ? അപ്പോ തൊട്ടിൽ കിടന്ന് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണത്. ഒരു കാര്യം, ജഅലനി മുബാറക്കൻ ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ. മറിയം അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന് ജനങ്ങൾ ചോദിച്ചു, എന്താ പറ്റി നിനക്ക്? നിന്റെ വാപ്പ മാന്യനായിരുന്നു, നിന്റെ ഉമ്മ മാന്യായിരുന്നു, നിനക്കെന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. അപ്പോഴ് കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ നോമ്പെടുത്തിരിക്കുകയാണെന്ന് മിണ്ടായിരിക്കാം, വായിരിക്കാൻ ആംഗം കാണിക്കുക, കുട്ടിയോട് സംസാരിക്കാൻ പറ്റും. അപ്പൊ കുട്ടി പറഞ്ഞതാണ്. ജനങ്ങൾ ചോദിച്ചു, കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കുന്നത്? തൊട്ടിലിൽ ശിശുവായി കിടക്കുന്ന ആളോട് ഞങ്ങൾ അങ്ങനെ സംസാരിക്കും. അങ്ങപ്പോൾ കുട്ടി പറഞ്ഞതാണ്, ഇന്നി അബ്ദുല്ലാഹി, ഞാൻ അള്ളാഹിന്റെ അബ്ദാണ്, ദാസനാണ്. ജഅലനി നബിയ്യൻ, എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? അവൻ നബിയാക്കിയിരിക്കുന്നു. ജഅലനി മുബാറക്കൻ, എന്നെ വിശുദ്ധനാക്കിയിരിക്കുന്നു. ബൈബിളിലൊക്കെ പറഞ്ഞതായിട്ട് പറയുന്നത് പുതിയ നിയമം പഴയ നിയമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞതായി പറയുന്നത് എന്താണ്? അതിനെ മാമോദീസ മുക്കിയെന്നാണ്. മാമോദീസ മുക്കലൊന്നുമല്ല സംഭവിക്കും. അള്ള എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? മുബാറക്കാക്കിയിരിക്കുന്നു, വിശുദ്ധനാക്കിയിരിക്കുന്നു. വിശുദ്ധനായി പ്രഖ്യാപിക്കുമെന്ന് പറയുമല്ലോ, അങ്ങനെ പ്രഖ്യാപിക്കുന്നല്ല. ഇവിടെ അള്ള തന്നെ വിശുദ്ധനാക്കിയിരിക്കുന്നു. ജഅലനി മുബാറക്കൻ, ബാറക്ക യുബാരിക്കു, മുബാരിക്കുൻ, മുബാറക്കുൻ. ബാറക്കന്റെ അനുഗ്രഹം ചെയ്തു. മുബാരിക്കുൻ അനുഗ്രഹം ചെയ്തവൻ, മുബാറക്കുൻ അനുഗ്രഹം ചെയ്യപ്പെട്ടവൻ. ജഅലനി മുബാറക്കൻ, എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. ഐനമാ കുന്തു, ഞാൻ എവിടെ ആയിരുന്നാലും. ഐനമ എവിടെ ആയിരുന്നാലും, കുന്തു ഞാൻ, ഐനമ എവിടെ ആയിരുന്നാലും, കുന്തു ഞാനായിരിക്കുന്നു. രണ്ടും കൂടെ, രണ്ടിലെന്താണ്? ഐനമ എവിടെ ആയിരുന്നാലും, പിന്നെ കുന്തുല് ആയിരുന്നു എന്നുണ്ട്. ഐനമ കുന്തു ഞാൻ എവിടെ ആയിരുന്നാലും, ഔസാനി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, ഉപദേശിക്കല്ല കേട്ടോ. ബിസ്വലാത്തി നമസ്കാരം, വസ്സകാത്തി സകാത്തും, മാ ദുംതു ഹയ്യൻ. അപ്പൊ ഇവിടെ എന്തുണ്ട്? മാതാമയുടെ ഖബറും ഇസ്മു ദുംതുവിന്റെ അകത്തുണ്ട്. മാദുംത്തിന്റെ അകത്ത് എന്താണ് ഇസ്മുള്ളത്?
ദുംതുവിന്റെ അകത്തുള്ള മാദുംതുവിന്റെ അകത്ത് അനയാണ്. അൻഷ എന്ന് നേരത്തെ പറഞ്ഞപ്പോ അല്ലെന്ന് പറഞ്ഞപ്പോ വീണ്ടും നേരത്തെ പറയാൻ പോയതാരാ? അല്ലാതെ മാദുംതു. അല്ല അൽതു എന്ന് പറയുന്നതിലുള്ള തു ആണത്. മാദുംതു ഹയ്യൻ. അപ്പോ മാദാം ഉപയോഗിച്ച് എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു? ഹയ്യനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഖബർ. ആ ഖബറിനാണ് നസ്ബ് വന്നിട്ടുള്ളത്. അപ്പൊ മാദാമയുടെ കൺഫ്യൂഷൻ, അതായത് മാന്റെ നെഗറ്റീവ് അല്ല എന്നറിയാൻ വേണ്ടിയാണ് ഇവിടെ 7 പ്രാവശ്യമാണ് ഖുർആനിൽ വന്നിരിക്കുന്ന. ആ 7 ഉദാഹരണവും ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. 3 ഇവിടെ 1 2 3 4 4 3 7 പ്രാവശ്യവും ഇവിടെ കംപ്ലീറ്റ് എടുത്തു കൊടുത്തു. ഫൈനൽ പാസ്സായിട്ട് നിങ്ങൾ മാദാമന്റെ അർത്ഥം പ്രയോഗമൊന്നും അറിഞ്ഞില്ലെന്ന് വേണ്ട. ക്ലിയർ അല്ലേ? മാദാമ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ആ, ഇനിയുള്ളത് അതേപോലെ നെഗറ്റീവ് ആയിട്ട് വന്നിരിക്കുന്നതാണ് മാസാല. മാസാല എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? മാസാല മാസാല ഒരു പ്രാവശ്യം. മാസാല ഒരു പ്രാവശ്യമുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാ വന്നതായിരിക്കും ഇവിടെ. വലായജാലു അപ്പൊ മാജാല എന്ന് പറയുന്നത് എന്താണ്? ജാല ഫേല് മാവിയാണ്. മാവിയായ ഫേലിനോടൊപ്പം എന്ത് വരും? മാ വരും. ഫേല് മുളാരി ആകുമ്പോൾ അതിൻ്റെ കൂടെ എന്താ വരിക? ലാ വരും. കമ്മ്യൂണിക്കേറ്റ് അറബിക്ക് പഠിച്ചില്ലേ? കമ്മ്യൂണിക്കേറ്റ് അറബിക്കില് പഠിച്ചവര് പഠിച്ചു. മാ വരുന്നത് മാവിയുടെ കൂടെയാണ്, മുളാരിന്റെ കൂടെ ലാ വരും. അതാണ് പൊതു നിയമം. പിന്നെ അതല്ലാതെ വരുന്ന നിയമങ്ങൾക്ക് വേറെ ശീലങ്ങളുണ്ട്. അപ്പോ ലാ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എന്തല്ല, നെഗറ്റീവ് ആയിട്ടല്ല വരുന്നത്, മറിച്ച് യുഖാതിലൂനക്കും വലാ യസാലൂന യുഖാതിലൂനക്കും ഹത്താ യറുദ്ദൂക്കും അൻ ദീനിക്കും ഇൻ ഇസ്തതാഉ. ബക്കറെ പഠിച്ചവരെല്ലാം ഉണ്ടോ? വലാ യസാലൂന യുഖാതിലൂനക്കും, അവർ നിന്നോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. വലാ യസാലൂന യുഖാതിലൂനക്കും ഹത്താ യറുദ്ദൂക്കും അൻ ദീനിക്കും, സത്യനിഷേധികൾ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. പറഞ്ഞാൽ എപ്പോഴും യുദ്ധത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ട് തന്നെ യുദ്ധം ചെയ്യണമെന്നില്ല. അവർ എപ്പോഴും നിങ്ങളോട് സംഘട്ടനത്തിൽ തന്നെ ആയിരിക്കും, ശത്രുതയിൽ തന്നെ ആയിരിക്കും. അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫിലോസഫിക്കലായിട്ട് മനസ്സിലാക്കിയെങ്കിലേ പറ്റുള്ളൂ. നമ്മൾ വിചാരിച്ചിരിക്കുക അവർ ആയുധവും വടിയും വാളുമറ്റ് വരുമെന്നാണ്. ആയുധവും വടിയും വാളുമറ്റ് വരും, പക്ഷേ അതല്ലാതെയും അവര് നമ്മളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്താ യറുദ്ദൂക്കും അൻ ദീനിക്കും, നിങ്ങളെ നിങ്ങളുടെ ദീനിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നത് വരെ, മടക്കി കൊണ്ടുപോകുന്നത് വരെ. റദ്ദ യറുദ്ദു എന്ന് പറഞ്ഞാൽ മടക്കി. ഹത്താ യറുദ്ദൂക്കും അൻ ദീനിക്കും, നിങ്ങളെ നിങ്ങളുടെ ദീനിൽ നിന്നും അവൻ മടക്കി കൊണ്ടുപോകുന്നിടത്തോളം എന്ന് പറഞ്ഞാൽ മുർത്തദ്ദാക്കുക എന്നാണ്. റദ്ദ യറുദ്ദു എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ്. ഇർത്തദ്ദ എന്ന വാക്കല്ല ഇവിടെ ഉപയോഗിച്ചെങ്കിലും ദീനിൽ നിന്ന് മടങ്ങുക എന്ന് പറഞ്ഞാൽ മുർത്തദ്ദാവുക എന്നാണ് സാങ്കേതിക പദത്തിൽ പറയുക. ഇർത്തദ്ദ. അങ്ങനെ ദീനിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകുന്നത് വരെ ഇനിസ്തതാഉ, അവർക്ക് കഴിഞ്ഞാൽ. നമ്മുടെ വിഷയം വലാ യസാലൂന എന്നാണ്. കീപ് ഓൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെയാണ്. they will keep on fighting against you. വലാ യസാലൂന. അപ്പൊ നെഗറ്റീവായിട്ട് നോക്കിയിട്ട് നമ്മൾ അർത്ഥം കൺഫ്യൂഷൻ ആണല്ല.
വലായിസാലൂന യഖാതിലൂനക്കും ഹത്താ യറുദ്ദൂക്കും അൻ ദീനിക്കും ഇൻ ഇസ്തതാഉ. ഈ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അവർ ആയുധവും പടിയും വാളുമായിട്ട് വരുന്ന സന്ദർഭം ഉണ്ടാകില്ല, മറിച്ച് അതൊന്നും കാണാത്ത സന്ദർഭവും ഉണ്ടാകും. അങ്ങനെ എന്ത് ചെയ്യും? നമുക്കെതിരിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ പല നിലയ്ക്കും വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദീനിൽ നിന്നും മടങ്ങിക്കൊണ്ടുവരും. നമ്മുടെ ദീനിൽ നിന്ന് മടങ്ങി പോകാന്ന് പറഞ്ഞാല് പേരും കുറിയും വീടും വാപ്പയും ഒക്കെ അത് തന്നെ ആയിരിക്കും, പക്ഷെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ വേറെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ബലായിസാലൂനെ യഖാതിലൂനക്കും അവര് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ബലായിസാലു എന്ന് പറഞ്ഞാല് ആയിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. അപ്പൊ ഇവിടെ വലായിസാലൂന ഇവിടെ ഇസ്മ എവിടെയുണ്ട്? അവർ അവർ അതിനകത്തുള്ള ഹുമ്മാണ് വലായിസാലൂന. ഖബർ എവിടെയുണ്ട്? യുഖാതിലൂനക്കും അവരുടെ ബാക്കി ജുംലയാണ് ഖബർ. ജുംലയാണ് ഖബർ. അതിൽ പ്രത്യക്ഷത്തിൽ ഒറ്റ വാക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടയാളം കാണാൻ പറ്റുള്ളൂ. പ്രത്യക്ഷത്തില് ഒറ്റ വാക്കുണ്ടെങ്കിൽ മാത്രമേ അടയാളം കാണാൻ പറ്റൂ. പിന്നെ വലായജാലു വന്നിരിക്കുന്നത്, അപ്പൊ ലായജാലു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മാധുമത്തയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ കാനയുടെ എല്ലാത്തിനും അത് തന്നെയാണ് നിയമം, ക്രിയയാണ്. അപ്പൊ അതിന്റെ രൂപഭേദങ്ങൾ വരും. അപ്പോ ലാ യസാലൂന അവരെ കുറിച്ച് പറഞ്ഞപ്പോ ലാ യസാലൂന അവരായിക്കൊണ്ടേയിരിക്കും. വലാ തസാലു എന്ന് പറഞ്ഞാൽ എന്തായി? നീ ആയിക്കൊണ്ടേയിരിക്കും. തത്തലിഉ തലായത്തലി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എത്തിച്ചേരും. തത്തലിഉ. അതേപോലെ ഇത്തല എന്ന് പറഞ്ഞാൽ എത്തി നോക്കി. വലാ തസാലു തത്തലിഉ അലാ ഖായിനത്തിൻ മിൻഹും അവരിൽ നിന്നുള്ള വഞ്ചകന്മാരെ നീ നോക്കിക്കൊണ്ടേയിരിക്കും. ഇല്ല ഖലീലൻ മിൻഹും കുറച്ചുപേരെ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വഞ്ചന നിനക്ക് കാണാൻ പറ്റും. അവരുടെ ഈ പോണ അർത്ഥത്തിലാണ് വലാത്തസാലുവിന്റെ ഇസ്മ നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ അകത്തുള്ള അന്തയാണ് ഖബർ. തത്തലു അലാ ഖായിനത്തിൻ മിൻഹും എന്നുള്ള ജുംലയാണ്. അവിടെ ഒറ്റ വാക്കില്ലാത്തതുകൊണ്ട് അതിന്റെ അടയാളമൊന്നും കാണാൻ പറ്റില്ല. എന്തിനാ ഇവിടെ എടുത്തു കൊടുത്തതെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് അർത്ഥത്തിലേക്ക് ചിന്ത പോകാതിരിക്കാൻ വേണ്ടിയാണ് വലായിസാലു ലാ വന്നിട്ടുള്ളത്. മാ വന്നിട്ടുള്ളത് പോലെ വലാ യസാലുല്ലദീന കഫറു ഫീ മിര്യത്തിൻ മിൻഹു ഹത്താ തഅതിയഹുമുസ് സാഅ. വലാ യസാലുല്ലദീന കഫറു സത്യനിഷേധികൾ ആയിക്കൊണ്ടേയിരിക്കും. എന്തിലായിക്കൊണ്ടേയിരിക്കും? ഫീ മിര്യത്തിൻ സംശയത്തിൽ. ഭയങ്കര സംശയമാണ്. മിൻഹു അതിനെ സംബന്ധിച്ച്, അവരിലേക്ക് ഇറക്കപ്പെട്ടതിനെ കുറിച്ചും അന്ത്യനാളിനെ കുറിച്ചും ഒക്കെ അവര് എപ്പോഴും സംശയത്തിലായിരിക്കും. ഒരുറപ്പുണ്ടാവില്ല. പോലായസാലു ആയിക്കൊണ്ടേയിരിക്കും. ലായസാലുവിന്റെ ഇസ്മാണ് അല്ലദീന കഫറു. അല്ലദീനാണ് അതിന്റെ ഇസ്മ മൗസൂല കേട്ടോ. പിന്നെ അതിനോട് കഫർ ബന്ധപ്പെടുത്തിയതാണ് കഫറു. പിന്നെ എന്ത് ചെയ്തിട്ടില്ല? അതിന്റെ ഖബറും പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല. ഓക്കെ, വലായസാലു അല്ലദീന കഫറു സത്യനിഷേധികൾ ആയിക്കൊണ്ടേയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ബാക്കി അതിന്റെ ഇസ്മും ഖബറും ഒന്നും നമുക്ക് പ്രത്യക്ഷത്തെ അടയാളമുള്ള രീതിയിൽ കാണാൻ പറ്റില്ല. വലഖദ് ജാഅക്കും യൂസുഫു മിൻ ഖബ്ലു ബിൽ ബയ്യിനാതി ഫമാ സിൽതും. ഇതാണ് മാസാല ഒരു പ്രാവശ്യം വന്നെന്ന് പറഞ്ഞത്. അവിടെ എടുത്ത് കാണിച്ചത് മാസാല മാളിയിലെ കാര്യമാണ്, അല്ലെങ്കിൽ കൗണ്ടിങ്ങിൽ മിസ്റ്റേക്ക് പറ്റാനുള്ള കാരണം അതാണ്. ഫമാ സിൽതും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മാസാലു ആരെ കുറിച്ച് എന്താ പറഞ്ഞത്?
അലൂന വലാ തസാലു എന്നൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ എന്താണ്? ലായസാലൂന അതിൻ്റെ അകത്തുള്ള ഹുമ്മാണ് അതിന്റെ ഇസ്ം. അതേപോലെ വലാ തസാലുവിന്റെ അകത്തുള്ള അൻതയാണ് ഇസ്ം. ഇവിടെ വലാ യസാലുവിന്റെ ഇസ്മ അല്ലദീനയാണ്. ഇവിടെയോ ജാലയുടെ ജാല മാവിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ എന്തുണ്ട്? മാ ഉണ്ട്. മാ ജാല, മാ ജാല. അപ്പൊ അതിന്റെ രൂപഭേദമായ മാ സിൽത്തും ആണ് വന്നിരിക്കുന്നത്. മാ സിൽത്തും എന്തായിരിക്കും അർത്ഥം? നിങ്ങൾ ആ, നിങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും, നിങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ആയിക്കൊണ്ടേ ഇരുന്നു. മാവിയാണ്. വലഖദ് ജാഅക്കും യൂസുഫു മിൻ ഖബ്ലു ബിൽ ബയ്യിനാതി. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ പറഞ്ഞ എന്തിനായിരുന്നു? മുൻകാലത്ത് യൂസുഫ് നബി അലൈഹി സ്വലാം വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുക്കൽ. യൂസുഫ് നബി അലൈഹി സ്വലാം അന്ന് വന്ന സന്ദർഭത്തിൽ എന്തായിരുന്നു? വലഖദ് ജാഅക്കും യൂസുഫ്, യൂസുഫ് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. മിൻ ഖബ്ലു പണ്ട്, നേരത്തെ. ബിൽ ബയ്യിനാത്തി അദ്ദേഹം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായാണ് വന്നത്. ഫമാ സിൽതും നിങ്ങൾ ആയിക്കൊണ്ടേയിരുന്നു. ഫീ ശക്കിൻ, ശക്ക് എന്താണ്? സംശയം. സംശയം, റൈബ്. കേട്ടാ, ശക്കിന്റെ പര്യായ പദമാണ് റൈബ്, അല്ലെങ്കിൽ റൈബിന്റെ പര്യായ പദമാണ് ശക്ക്. ഫമാ സിൽതും ഫീ ശക്കിൻ, നിങ്ങൾ സംശയത്തിൽ തന്നെയായിരുന്നു. നേരത്തെ മിരിയത്ത് എന്ന് പറഞ്ഞല്ലോ, അതേപോലെ ഫമാ സിൽതും. അപ്പോ മാസാലയുടെ ഇസ്മ എവിടെ കിടക്കുകയാണ്? അതിനകത്തുള്ള അൻതും, മാസിൽത്തും നിങ്ങൾ ആയിക്കൊണ്ടേയിരുന്നു. ഫീ ശക്കിൻ. പിന്നെ അതിന്റെ ജുംലയാണ് അതിന്റെ ഖബറായിട്ട് വന്നിരിക്കുന്നത്. അവിടെ ഒന്നും അടയാളം ഇല്ലാത്തതുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമല്ല. നേരത്തെ പല ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം എന്താണ്? ഭാഷയുടെ ലഘൂകരണമാണ്. ഭാഷ വളരെ ലളിതമാണ്. അനിവാര്യമായ സന്ദർഭങ്ങളിൽ മാത്രമേ അടയാളം ആകുകയുള്ളൂ. ആ സമയത്ത് മാത്രം നമുക്ക് അടയാളത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി. പ്രത്യേകിച്ച് ഖുർആനിൽ ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. അതായത് റയറായിട്ട് വളരെ വളരെ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സംഗതികളൊക്കെ വളരെ വളരെ ലളിതവും എളുപ്പത്തിൽ മനസ്സിലാകുന്നതായിരിക്കും. റയറായിട്ട് വന്നിരിക്കുന്ന സംഗതികൾ ഒരുപാട് മെനക്കെട്ട് പഠിക്കേണ്ട കാര്യമില്ല. അത് വളരെ പ്രയാസം കുറഞ്ഞ രീതിയിലായിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. ഫമാസിൽത്തും നിങ്ങൾ ആയിക്കൊണ്ടേയിരുന്നു. മിമ്മാ ജാഅക്കും ബിഹി, അദ്ദേഹം എന്താണോ കൊണ്ടുവന്നത് അതിനെ കുറിച്ച്. വലൗ ശാഅ റബ്ബുക ലജഅല الناس ഉമ്മതൻ വാഹിദതൻ വലാ യസാലൂന മുഖ്തലിഫീൻ. ഇവിടെ വേറെ സംഗതി കൂടെ മനസ്സിലാക്കണം. വലൗ ശാഅ റബ്ബുക, രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലജഅല الناس ഉമ്മതൻ വാഹിദതൻ, എല്ലാ മനുഷ്യന്മാരെയും ഒറ്റ സമുദായമാക്കുമായിരുന്നു. ബാക്കി ഇപ്പൊ നടന്നതെല്ലാം എന്താണ്? പരീക്ഷണങ്ങളാണ്. അങ്ങനെ ഒറ്റ സമൂഹമാക്കി, മരത്തെയും മൃഗങ്ങളെയും പോലെ ഒറ്റ ഒരു സമൂഹമാക്കി അള്ളാഹ് അനുസരിക്കുന്ന ഒരാൾക്ക് മാത്രം നിലനിർത്തി കഴിഞ്ഞാൽ അതിലൊരു അർത്ഥമില്ല. ജീവിതത്തിൽ ഒരു രസവും അർത്ഥവും കാണില്ല. അതുകൊണ്ടാണ് അള്ളാഹിനെ സ്വതന്ത്രമായി വിടുകയും എന്നിട്ട് അതില് ഓപ്ഷൻസ് കൊടുക്കുകയും അള്ളാഹ് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഉള്ള മഹത്വം പറയുകയൊക്കെ ചെയ്യും. എന്താ പറഞ്ഞത്? വലൗശാ റബ്ബുക, രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ജഅലന്നാസ, ജനങ്ങളാക്കുമായിരുന്നു. മത്തൻ. അപ്പൊ ജാലയ്ക്ക് രണ്ട് ഇതൊക്കെ ഉണ്ട്. ഏത്? രണ്ട് മഫ്ഊൽ ബിഹി ഉണ്ട്. ജാല ആക്കുമായിരുന്നു. ആരെ ആക്കുമായിരുന്നു? ജനങ്ങളെ ആക്കുമായിരുന്നു. ജലന്നാസ എന്താക്കുമായിരുന്നു? ഉമ്മത്തൻ വാഹിദത്തൻ, ഒറ്റ സമൂഹം.
വലാ യസാലൂന മുഖ്തലിഫീൻ, വലാ യസാലൂന അവർ ആയിക്കൊണ്ടേയിരുന്നു, വലാ യസാലൂന അവർ ആയിക്കൊണ്ടേയിരുന്നു. എന്തായിക്കൊണ്ടേയിരുന്നു? മുഖ്തലിഫീൻ. ലാ യസാലൂനയുടെ അല്ലെങ്കിൽ ലാ യസാലുവിന്റെ ഇസ്മ എവിടെ കിടക്കുകയാണ്? ഹും. ഹുമാണ്. അതിന്റെ ഖബർ എവിടെ ഉണ്ട്? മുഖ്തലിഫീൻ. മുഖ്തലിഫീൻ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് വന്നത്? അതിന് നസ്ബ് വന്നത്. കാന അല്ലാഹു ഗഫൂറൻ ലാ യസാലു മുഖ്തലിഫ്, ലാ യസാലൂന മുഖ്തലിഫീന, അവർ ഭിന്നിക്കുന്നവരായിക്കൊണ്ടേയിരുന്നു. അല്ലെ? പിളർന്നു, പിന്നെയും പിളർന്നു, പിളർന്നവരും വളർന്നു, വളർന്നവരും പിന്നെയും പിളർന്നു എന്ന് പറഞ്ഞതുപോലെ പിളർന്നു. അല്ലേ? മുസ്ലിം ഉമ്മത്ത് വ്യത്യസ്ത ജീവികളായി മാറി, വ്യത്യസ്ത ഇമാമുകളുടെ കീഴിൽ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഭിന്നിച്ചു, കക്ഷികളായി, കക്ഷി ഭിന്നിച്ചു. അല്ല യസാലൂന മുഖ്തലിഫീൻ. ഇതിലൊന്നും വലിയ ആശ്ചര്യമൊന്നും ഇല്ല. അത് പണ്ടേ പറഞ്ഞു വെച്ച സംഗതികൾ നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എപ്പോഴും ഐക്യം സൂക്ഷിച്ചാൽ അതിൻ്റെതായ പ്രതിഫലനം സമൂഹത്തിൽ നമുക്കുണ്ടാകും. എപ്പോൾ നമ്മൾ ഛിന്ന ഭിന്നമായി പോകുന്നു, അപ്പോൾ അതിന്റെ ദുരിതം നമുക്ക് കാണാൻ പറ്റും. വലാ യസാലൂന അതിലുള്ള ഹുമ്മാണ് അതിന്റെ ഇസ്മ, അതിന്റെ ഖബർ മുഖ്തലിഫീനയാണ്. അതുകൊണ്ടാണ് അത് ഈന കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടു വന്നിരിക്കുന്നത്. വലാ യസാലു അല്ലദീന കഫറു തുസീബുഹും ബിമാ സ്വനഉ ഖാരിഅത്തുൻ. അതും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വലാ യസാലു അല്ലദീന കഫറു, അല്ലദീന കഫറു ആണ് എന്ത്? അതിലെ ഖബർ. ലായസാലു ഉപയോഗിച്ച് എന്തിനെ കുറിച്ച് പറഞ്ഞു? അല്ലദീന കഫറിനെ കുറിച്ച്. പിന്നെ അതിന്റെ ജുംലയാണ് അതിന്റെ ഖബർ. തുസീബുഹും ബിമാ സ്വനഉ ഖാരിഅത്തുൻ. തുസീബുഹും അവരെ ബാധിക്കും, ബിമാ സ്വനഉ അവർ പ്രവർത്തിച്ച കാരണമായി, ഖാരിഅത്തുൻ ഘോരമായ ശബ്ദം, അല്ല ഖാരിഅത്തുൻ ഘോരമായ ശബ്ദം, അല്ലെങ്കിൽ ഘോരമായ വിപത്ത്. ولا يزال الذين كفروا تصيبهم بما صنعوا. അപ്പൊ സത്യനിഷേധികൾക്ക് അവർ പ്രവർത്തിച്ചതിന്റെ കാരണമായി അവർക്ക് ആപത്തുകൾ, ഘോരമായ വിപത്തുകൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും. അവിടെയാണ് സംഭവിച്ചത്. ഇവിടെ എന്തായി? പടക്കശാലയ്ക്ക് തീ പിടിച്ചത് നിങ്ങൾ എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങളും എല്ലാം കണ്ടായിരുന്നു? അതൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. അതിനൊന്നും ഇപ്പൊ ഒരു കുറ്റവാളികളെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അഥവാ കുറ്റവാളികൾ കണ്ടാൽ തന്നെയും അതിന് യാതൊരു ഇതുമില്ല. ഒക്കെ ഔപചാരികതകളായി കുറെ സംഭവവികാസങ്ങൾ നടക്കുന്നു. എല്ലാ ലോകത്ത് അള്ളാന്റെ പ്രവർത്തനങ്ങൾ ശരിയായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് പക്ഷേ നിങ്ങൾ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, കുറച്ച് ജനങ്ങൾ മാത്രമേ ഗ്രഹിക്കുന്നുള്ളൂ. അക്സർഹും ലാ യഖിലൂൻ. ഭൂരിപക്ഷം, മെജോറിറ്റി എന്ന് പറയുന്നത് അങ്ങനെ സംഭവം എന്താണ്? മണ്ടന്മാര. ലാ യഖിലൂൻ. അവരൊന്നും ചിന്തിക്കുന്നില്ല. അത് ചിന്തിക്കാത്തത് കൊണ്ടാണ് കാണാത്തത്. ചിന്തിച്ചിരുന്നെങ്കിൽ അത് പാഠം ഉൾക്കൊള്ളുകയും മടങ്ങാനും പറ്റും. അവർ പ്രവർത്തിച്ചത് കാരണമായി ഘോരമായ വിപത്ത് അവരെ ബാധിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് ഇവിടെ ഉള്ളത്? വലായജാലുവിന്റെ അല്ലദീന കഫറുമാണ് അതിന്റെ ഇസ്മ. എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ജുംലയാണ്. ഇവിടെ വേറെ സംഭവമൊന്നുമില്ല. പക്ഷെ എടുത്തു കൊടുത്ത എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ലായജാലുവിന്റെ നെഗറ്റീവ് അർത്ഥം പരിഗണിക്കാതിരിക്കാൻ വേണ്ടിയാണ്. فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. فما زالت എന്നാണ് കേട്ടോ. ജാലത്ത് പിന്നെ തിൽക്കയുടെ താഴെ ചേർത്തപ്പോഴത്തേക്ക് രണ്ടും ചേർത്ത് ശ്രദ്ധ എടുത്ത് പറയണം. കാരണം ഇതാണ് എന്താണ്? മുത്തമാസിലൈനി.
ചില ആൾക്കാർ തജീവിത് പഠിച്ച് അങ്ങ് അസ്ഥിയിൽ പിടിച്ച് അങ്ങ് പോകും. ചില ആൾക്കാർക്ക് തജീവിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. തജീവിദിലെ ഏതാണ്ട് മോർ ദാൻ 50%, പകുതിയിലധികവും അറബി ഭാഷയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അപ്പൊ നമ്മളിപ്പം അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ കുറേ തജീവിത് കിട്ടും. ആദ്യമൊക്കെ നമ്മൾ കുറേ തജീവിത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ തജീവിത് പറയുന്നുണ്ട്. പിന്നെ കുറെ സംഗതികൾ നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ വായിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഓൺ ദ വേയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. അപ്പൊ അതിൽ അധികവും എന്താണ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഉപമാസാൽക്കെടുക്കുക. അപ്പൊ ജീവിതത്തിലതിനകത്ത് ഇതഹാം തമാശിലയും ഷാമിൽ ബിഗൈരി ഗുന്ന എന്നൊക്കെ പറയും. ഒരേപോലുള്ള രണ്ടക്ഷരങ്ങൾ ഇതഹാം ചെയ്തതാണ്. അത് പൂർണ്ണമാണ്, കാമിലാണ്. ഇതഹാം പൂർണ്ണമാണ്. പിന്നെന്താണ് ബിഗൈരി ഗുന്ന, അവിടെ മണിക്കൊന്നും ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ അതെല്ലാം അറബിയിലുള്ള സംഭവം. അറബി രണ്ടക്ഷരം ചേർന്ന് വന്നാൽ അത് ചേർത്ത് ശ്രദ്ധ കൊടുക്കുക. ആദ്യത്തേന് സുക്കൂൻ, രണ്ടാമത്തേന് അടയാളം വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ്. രണ്ടും കൂടെ ചേർത്ത് ഇത് റമസാലത്തിൽക്ക ദഅവാഹും. അപ്പൊ എന്തുകൊണ്ട് ജാലത്ത് എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീലിംഗം വന്നു, തിൽക്ക എന്ന് പറഞ്ഞതുകൊണ്ടാണ്. തിൽക്കയാണ് അതിന്റെ തിൽക്ക ദഅവാഹും. ഇസ്മ് അതാണ് തിൽക്ക. ദഅവാഹും, ദഅവാഹുമാണ് യഥാർത്ഥത്തിൽ എന്ത്? അതിന്റെ ഖബർ, അതിന്റെ ഖബർ. പക്ഷെ ദഅവയുടെ കൂടെ അത് ഒന്ന് ദുർബലാശയമുള്ളതാണ്. ദഅവ എന്നതാണ്. പിന്നെ ചേർന്ന് വന്നു. അപ്പൊ നമുക്ക് അടയാളം ഒന്നും അവിടെ കാണാൻ പറ്റും. ഹത്താ ജഅൽനാഹും ഹസീദൻ ഖാമിദീൻ. ഇതായിരിക്കും അവരുടെ തേങ്ങിക്കരച്ചിൽ, അല്ലെങ്കിൽ അവരുടെ വിളിയാളം, അവരെ വിളിച്ചു കേഴൽ എന്നൊക്കെയാണ് ഈ ജാലത്തിൽ. അത് തന്നെ ആയിരിക്കും, ആയിക്കൊണ്ടേയിരിക്കും. ജാലത്തിൽ അവരെ കൊയ്തെടുത്ത ഒന്നുമല്ലാത്ത ഭാഗം ആയിത്തീർന്നത് പോലെ ജാലയുടെ ആയിക്കൊണ്ടേയിരിക്കും എന്ന അർത്ഥം പരിഗണിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മളെടുത്ത് കൊടുത്തിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. ഇനി കുറച്ച് കാര്യങ്ങളോട് നമുക്ക് സമാധാനത്തിൽ പഠിക്കാനുണ്ട്. ഇതായാലും നമുക്ക് റമദാൻ കഴിഞ്ഞിട്ട് നടത്താം. അതിന് മുമ്പ് തീർന്നാലും തീർന്നില്ലെങ്കിലും പിന്നെ നമ്മൾ റമദാൻ നിലയിൽ ഉള്ള വാട്സപ്പ് ക്ലാസ്സുകളിലൂടെ ആയിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുക. നോക്ക്, അടുത്ത മാ ബരിഹയാണ്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? പറഞ്ഞതെല്ലാം ക്ലിയർ ആണോ? എന്തെങ്കിലും കോംപ്ലിക്കേഷൻ, സംശയം എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഒന്നും ഇല്ലായകയില്ല അല്ലേ? മാസാരതി കുറെ ഇങ്ങനെ വായിച്ചു നോക്കുക. മാസാലയും പിന്നെ എന്തൊക്കെ പറഞ്ഞത് മാദാമയും ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മളോട് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ലോകത്തെ അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ. അതോടൊപ്പം നമ്മുടെ നാടിനെയും നാട്ടാരെയും ഒക്കെയും രക്ഷപ്പെടുത്തട്ടെ. നമുക്ക് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ ഇന്ന് നിലവിലുള്ള സംഭവവികാസങ്ങൾ നമുക്കുണ്ട്. കുറെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഉസ്മാനിയ ഖലീഫമാരെ ഞാൻ ഏതോ ക്ലാസ് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ഉസ്മാനിയ ഖലീഫമാര് ജൂതന്മാരെ ആ പരിസരത്ത് അടുപ്പിക്കാതിരുന്നതാണ്. അവർ നിരന്തരം എന്ത് ചെയ്തിരുന്നു?
ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അവർക്ക് അഭയം നൽകുന്നതിന് വേണ്ടി. അതേസമയം ഉസ്മാനി ഖലീഫമാർ എന്ത് ചെയ്തു? അതിനെ തടയിട്ടുകൊണ്ടേയിരുന്നു. ഒരു നിലയ്ക്കും അവർക്ക് അതിന് അവസരം കൊടുത്തിരുന്നില്ല, അധിക്കാൻ സമ്മതിച്ചിരുന്നില്ല. അവരുടെ ഗൂഢമായ തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉസ്മാനിയ ഖലീഫമാരെ സമീപിച്ചപ്പോൾ അവരെ എന്ത് ചെയ്തു? അടിച്ചോടിച്ചു, അവരെ അകറ്റി നിർത്തി, അവരെ സംഭാഷണത്തിന് പോലും അനുവാദം കൊടുത്തില്ല. അതേസമയം പിന്നീട് അവിടെ നിന്ന് കൈകാര്യം ചെയ്തവർ കാര്യങ്ങളിൽ അയവ് വരുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നീട് പറയാനും ചോദിക്കാനും ഒക്കെ അവകാശങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായി. തൊട്ടടുത്ത് പൊളിച്ച അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ തൊട്ടടുത്തുള്ള പള്ളിയുടെ അകത്ത്, അതിലെ ഒഴിഞ്ഞു കിടന്ന ഗോഡൌണിനകത്ത് സൂക്ഷിച്ചപ്പോഴെന്ത് സംഭവിച്ചു? അവര് സമീപിക്കുന്നത് ഗൂഢമായ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് അറിയാൻ നമുക്ക് കഴിഞ്ഞില്ല. കാരണം ജാനുബാബി മസ്ജിദിൽ നടന്നത്. അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ അതിനകത്ത് എങ്ങനെയാണ് കണ്ടെത്തിയത്? തൊട്ടടുത്ത് പൊളിച്ച അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ ഇത് ഞങ്ങളുടെ അവിടെ സൂക്ഷിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ കുഴപ്പമില്ല, നമ്മൾ സൂക്ഷിച്ചോളൂ. നമ്മളെന്ത് ചെയ്തു? സാഹോദര്യം വിട്ടുവീഴ്ച കാണിച്ചു. അവിടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവിടേക്കാണ് നമുക്ക് പാളിച്ചകൾ സംഭവിക്കുന്നത്. അങ്ങനെ ചിന്തോദ്ദീപകമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ, താത്വികമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹിക്മത്തോടുകൂടി, തന്ത്രത്തോടുകൂടി, ബുദ്ധിയോടുകൂടി, യുക്തിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി വഖിനാ അദാബന്നാർ. യാ റഹ്മാൻ റഹീം. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.